കരിക്കോട്ടക്കരയിൽ ഇറങ്ങിയ ആന അവശ നിലയിലാണ്. ആനയെ മയക്കുവെടി വെച്ച ശേഷം അവിടെ നിന്ന് മാറ്റാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അർജുൻ കല്യാട് കേൾക്കാമെന്ന് കരുതുന്നു. ആനയെ മയക്കുവെടി വെച്ചു അല്ലേ? കണ്ണൂർ കരിക്കോട്ട കഴിയുന്നുണ്ട്. അർജുൻ തുടരാം. ആനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ആനയുടെ പുറകുവശത്തായി ഇപ്പോൾ മയക്കുവെടി ഏറ്റതിന്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ കാട്ടാന ഈ ആറളം കരിക്കോട്ടക്കരി മേഖലയിൽ കീഴ്പള്ളി മേഖലയിലെല്ലാം വലിയ രീതിയിൽ ആശങ്ക പടർത്തിയിരുന്നു. ആ ആനയാണ് ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വെറ്റിനറി ഡോക്ടറുടെ സംഘം ഇവിടെ എത്തി ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ആന അവശ നിലയിലാണ് കാണപ്പെട്ടത്. ഇനിയിപ്പോൾ ആന അല്പസമയത്തിനകം തന്നെ മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും ഇവിടെ നിന്ന് നടക്കുക. എന്തായാലും ആനയെ ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മയക്കുവെടി വെച്ചത്. ആന ഇനി ഒരു മയക്കം ഉണ്ടാവുന്നത് വരെ ഈ വെറ്റിനറി സർജന്മാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ സംഘം അവിടെ തുടരും. ആന പൂർണ്ണമായി മയങ്ങിയതിനു ശേഷം ആനയെ അവിടെ നിന്ന് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അർജുൻ കല്യാട്, ഇത് അയ്യൻകുന്ന് പഞ്ചായത്തിലാണ് കരിക്കോട്ടക്കരി വരുന്നത്. അവിടെ ടൗൺ ഭാഗത്തേക്കൊക്കെ നേരത്തെ ഈ ആന വന്നിറങ്ങിയതാണ്. വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെയൊക്കെ ആന പാഞ്ഞടുത്തുവെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ റബ്ബർ തോട്ടത്തിൽ കുറെ നേരമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയുടെ വായിൽ ഒരു മുറിവുണ്ട് എന്ന ഒരു സംശയം കൂടിയുണ്ടല്ലേ? തീർച്ചയായിട്ടും ആന ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കരിക്കോട്ടക്കരി കീഴ്പള്ളി ഭാഗത്തേക്ക് എത്തിയത്. അതിനുശേഷം രാത്രിയിൽ തന്നെ ഈ ആനയുടെ ദൃശ്യങ്ങളിൽ ഒരു ദൃശ്യം വളരെ വ്യക്തമായി ആനയുടെ വായിൽ നിന്നും ചെറിയ രീതിയിൽ ചോര താഴെ കുറ്റി വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് എങ്ങനെ മുറിവ് പറ്റിയതാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ആന ഈ ഓടി പോകുന്നതിനിടെയൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വീണതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുറിവ് പറ്റിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ ഈ ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നത്. കാരണം മയക്കുവെടി വെക്കാതെ ആനയുടെ അരികിലേക്ക് ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആനയ്ക്ക് അതൊരു പരിഭ്രാന്തി ഉണ്ടാക്കുകയും ആന ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് കൂടിയാണ് മയക്കുവെടി വെച്ച് ആനയുടെ ഈ തുമ്പിക്കൈയോട് ചേർന്നിട്ടുള്ള വായുയുടെ ഭാഗത്ത് ഉള്ള പരിക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക, ആനയെ പിന്നീട് ഇവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉൾപ്പെടെ ചെയ്യാനുള്ള ഒരു നീക്കം ഈ വനം വകുപ്പിൻ്റെയും ഈ വെറ്റിനറി ഡോക്ടർമാരുടെയും ഒക്കെയുള്ള സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആനയെപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ആന അല്പസമയത്തിനകം ഏകദേശം ഒരു 5 മിനിറ്റോളം സമയം കഴിഞ്ഞിരിക്കുകയാണ് ആന മയക്കുവെടി ഏറ്റിട്ട്. സ്വാഭാവികമായും അതിനുശേഷം ആന മയങ്ങി നിൽക്കേണ്ടതാണ്. അതിനുശേഷമായിരിക്കും ഈ സർജന്മാരുടെയും ഡോക്ടർമാരുടെയും സംഘം ആനയുടെ അടുത്തേക്ക് പോയി ഈ മുറിവും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച് ഏത് രീതിയിലാണ് ആനയെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴിയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുക, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സുജിയെ സൂചിപ്പിച്ചതുപോലെ ഈ ആന ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മേഖലയിലാകെ തന്നെ ഒരു പരിഭ്രാന്തി പരത്തിയിരുന്നു. ആദ്യം പുലർച്ചയോടുകൂടി ആനയെ കാടിൻ്റെ അതിർത്തി പ്രദേശത്തേക്ക്, അതായത് ആറളം വന്യജീവി സങ്കേതവും ആറളം ഫാമും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒരു പുഴയുണ്ട്. അത് കക്കുവ പുഴയാണ്. ആ കക്കുവ പുഴയെ കടന്നാണ് ആന രാവിലെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. നാട്ടുകാരും വനം വകുപ്പും എല്ലാം പടക്കം പൊട്ടിച്ച് ഈ ആനയെ നേരെ എതിർവശത്തേക്ക്, അതായത് ഈ ഫാമിൻ്റെ ഭാഗത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അത് ഏകദേശം ഒരു വിജയത്തിലേക്ക് എത്തി എന്ന രീതിയിലുള്ള ഒരു വിശ്വാസം മയങ്ങി വീഴാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കണ്ടിട്ട് തോന്നുന്നത്. അർജുൻ, മയക്കുവെടി കൊണ്ടിട്ട് ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളമായി അല്ലേ? തീർച്ചയായിട്ടും സുജയ, ഏകദേശം 5 മിനിറ്റോളം സമയം കഴിഞ്ഞിരിക്കുകയാണ്. 5 മിനിറ്റിലധികം സമയം കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ മറ്റ് ഒരു പൂർണ്ണ ആരോഗ്യവാനായ ആനയ്ക്കാണ് ഇങ്ങനെ മയക്കുവെടി വെക്കുന്നത് എങ്കിൽ സ്വാഭാവികമായി മയക്കുവെടി ഏറ്റുകഴിഞ്ഞാൽ ആന കുറച്ചു ദൂരം ഓടാനൊക്കെയുള്ള ഒരു സാധ്യത ഉള്ളതാണ്. പക്ഷേ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ അവശ നിലയിലാണ് എന്നുള്ളതാണ് മയക്കുവെടി ഏറ്റിട്ടും ഈ ആന അധിക ദൂരം സഞ്ചരിച്ചിട്ടില്ല എന്നത് വ്യക്തമാക്കുന്നത്. കാരണം ഇപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ള മറ്റ് ആനകൾക്കൊക്കെ
മയക്കുവെടിയേറ്റ ഘട്ടത്തിലെല്ലാം തന്നെ ആന മയക്കുവെടിയേറ്റ് അല്പം ഒന്ന് കുറച്ച് ദൂരത്തേക്കെങ്കിലും ഓടി മാറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുള്ളതാണ്. പക്ഷേ ഈ ആനയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഏത് രീതിയിലാണോ ഇന്ന് ഏകദേശം ഒരു 10 മണിയോടുകൂടി ആന നിലയുറപ്പിച്ചത്, അതേ റബ്ബർ തോട്ടത്തിൽ തന്നെ തുടർച്ചയായി അത്രയും സമയം നിലയുറപ്പിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. ആ സമയത്തൊക്കെ ആനയുടെ ദേഹത്താകെ തന്നെ വെള്ളം നനച്ചുകൊണ്ട് ആനയുടെ ശരീരോഷ്മാവ് പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടി വനം വകുപ്പ് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴും ആന ഈ മയക്കുവെടി ഏറ്റിട്ടും അതേ രീതിയിൽ അവിടുന്ന് ഒരു 2 സ്റ്റെപ്പ് ഇങ്ങനെ ഒരു കറങ്ങി കളിക്കുന്നതല്ലാതെ അതിന് അധിക ദൂരം നീങ്ങാനോ സഞ്ചരിക്കാനോ ഓടാനോ ഒന്നും തന്നെ കഴിയാത്തൊരവസ്ഥയിലാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ചുറ്റും റബ്ബർ മരങ്ങൾ നിറഞ്ഞ ഒരു തോട്ടത്തിലാണ് നിൽപ്പ് തന്നെ ആ രീതിയിലാണ്. വളരെ അവശനായിട്ടാണ് ആന നിൽക്കുന്നതും അല്ലേ അർജുൻ? അതാ വീഴുന്നു, മുൻകാലുകൾ പതിയെ താഴേക്ക് ആഞ്ഞു തുടങ്ങി.